എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വലിയ ഷർട്ട് കൊണ്ട് ഒരു ബോയ് ഷർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ വലിയ ഷർട്ടാണ് ഈ ചെറിയ ഷർട്ടിലേക്ക് മാറ്റണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പോക്കറ്റൊക്കെ എടുത്ത് മാറ്റുക. പോക്കറ്റൊക്കെ അഴിച്ച് മാറ്റി, എന്നിട്ട് ഇതിൻ്റെ ബട്ടൺസൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടാണ് കട്ട് ചെയ്യണം കേട്ടോ. ആ സ്റ്റിച്ചിങ്ങില്ലേ, ആ സ്റ്റിച്ചിങ്ങിന് ചാരിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്ത് അങ്ങനെ കയ്യിൻ്റെ ആ ബോട്ടം വരെയാണ് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡും കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അതും കട്ട് ചെയ്തു. ഇനി അടുത്ത് കൈ അതിൽ കട്ട് ചെയ്ത് മാറ്റിയാണ്. അങ്ങനെ രണ്ട് കൈയും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റട്ടോ. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യണം. ആ കോളറുമ്പോൾ തട്ടാത്ത രൂപത്തിൽ കട്ട് ചെയ്യണേ. ആ കോളർ നമുക്ക് ആവശ്യമുണ്ട്. ഈ കോളർ തന്നെയാണ് നമ്മൾ വെക്കുന്നത്, ഇത് ചെറുതാക്കിയിട്ട്. അപ്പോൾ കോളറുമ്പോൾ തട്ടാതെ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യട്ടോ. ഷോൾഡറിന് ചാരിയിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതാണ് ലെങ്ത്ത്. ഇതിൻ്റെ അളവ് 20ആണ്. പക്ഷേ ഇതിൽ കൂടി 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂടുതൽ ഇട്ടുണ്ട്. ഈ ഷർട്ട് കുറച്ച് ലെങ്ത്ത് കമ്മിയാണ്, അതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് 22ആണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അടിച്ച് കഴിഞ്ഞിട്ട് 22. അടുത്തത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ 12 ഇഞ്ച്. ഇനി വിടുത്താണ്, അത് 7.5, അടിഭാഗത്ത് 7.25, ഏറ്റടിയിൽ 7.5. ഓക്കെ. ഇനി കയ്യിൻ്റെ ലെങ്ത്ത് 5.5, ബോട്ടം ലൂസ് 4.5, റിഗാള് 5 ഇഞ്ച്. ഇനി ഇതിൻ്റെ കോളർ 11 ഇഞ്ച്, അത് ഇവിടുന്നത് വരെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അളവ്. നമ്മൾ കട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ 2 ഫ്രണ്ടും ഇതുപോലെ ഒപ്പം വെക്കുക, കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഈ ബട്ടൺസും ഈ ഹോളും കറക്റ്റായിട്ട് വരണം കേട്ടോ. ആ ബട്ടനും ഹോളും കറക്റ്റായിട്ട് വരണം. അവിടെ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ബട്ടൺസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ ഇതുപോലെ കറക്റ്റ് ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് 22ആണ്. അതിൽ കൂടി ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക. അങ്ങനെ 23.25 മാർക്ക് ചെയ്യേണ്ടത്. അവിടെ ലൈന് വരച്ചു. ഇനി ഇതിൻ്റെ ഷോൾഡർ 12, അതിൻ്റെ ഹാഫ് 6, അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടുക, 6.5. ആ 6.5 ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ 6.5 അടിഭാഗത്ത് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ റിഗാള് 5.5ആണ്. ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കാൻ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു ലെവൽ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ കോളർ 11ആണ്. ഒരു 2 ഇഞ്ച് ആ സൈഡുക്കും 2 ഇഞ്ച് അടിഭാഗത്തേക്കും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക, കോളർ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കോളറിൻ്റെ ഈ ഷേപ്പിൽ നിന്ന് ആ 1 ഇഞ്ചിക്ക് ഇതുപോലെ ഒരു ക്രോസിൽ വരയ്ക്കുക. ഓക്കെ. ഇനി ഈ ആ മാർക്കിങ്ങിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്രോസ് വരക്കുക കേട്ടോ. അവിടെ ഒരു ഷേപ്പ് വരയ്ക്കാൻ ചെറിയൊരു ക്രോസ് ഉള്ളിലേക്ക് കയറി നിൽക്കണം, അതിനാണ്. ഇനി ലൂസ് 7.5, അതിൽ കൂടി 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 8 മാർക്ക് ചെയ്തു. അടിഭാഗത്ത് 7.25, അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.25 മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ അടിഭാഗത്ത് ഏറ്റടിഭാഗത്ത് 7.5ആണ്. അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഓക്കെ. എന്നിട്ട് അവിടെ ഷേപ്പ് വരയ്ക്കുക, ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. ഇനി റിഗാളിൻ്റെ അവിടെ ഇതുപോലെ ഷേപ്പ് വരും. കൈ ഫിറ്റ് ചെയ്യേണ്ട ഭാഗമാണത്. അടിഭാഗത്ത് ഷേപ്പാണ്. ഇനി ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും പാടെ ശ്രദ്ധിക്കണം, ആ ഹോൾസും ആ ബട്ടൺസും ഒപ്പം വരണം. കാരണം ഇതേ ഹോൾസും ബട്ടൺസും നമ്മളിതിന് വേറെ അടിക്കണമൊന്നുമില്ല. അപ്പോൾ ആ സെയിം കറക്റ്റായി കിടക്കണത്. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെ ആ ഷേപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അടിഭാഗം ആ ഷേപ്പ് ഇതേപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി. ഫ്രണ്ട് 2ആയി. അടുത്തത് ബാക്ക് കട്ട് ചെയ്യുക കേട്ടോ. ബാക്ക് എടുക്കുക, സെൻറ്റർ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തില്ല, അതെടുക്കുക. ഒരു 1/2 ഇഞ്ച് ഇവിടെ ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യണം, ഈ മാറുമക്ക്. അത് 1/2 ഇഞ്ച് കമ്മിയാക്കിയിട്ട് ബാക്ക് പീസ് വെക്കണം, അതിന് വേണ്ടിയിട്ട് അളവിന്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റും ഈ ഫ്രണ്ടിൻ്റെ ഈ എൻഡും കറക്റ്റായിട്ട് വെക്കുക. ഈ ജോയിൻറ്റും ആ എൻഡും കറക്റ്റായിട്ട് വെക്കുക. അടിഭാഗത്ത് ഈ 1/2 ഇഞ്ച് കഴിഞ്ഞ് നിൽക്കണം, ഫ്രണ്ട് കമ്മി വരണം. പിന്നെ 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഫ്രണ്ടും വന്ന് 2.5 ഇഞ്ച്
അവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് മുന്നാട്ടോ. ഈ ഷോൾഡർ 12 അതിൻ്റെ പകുതി 6, അതിൽ കൂടി 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 മാർക്ക് ചെയ്യുക. ഇനി കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടിഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച് മതി, 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഷോൾഡർ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യണത്, ഷോൾഡറും ബാക്കും. എന്നിട്ട് ഇതുപോലെ ഇതിമക്കും ക്രോസ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. ആ ഫ്രണ്ടിന് റിഗാളിന് ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ തുമ്പിട്ടിട്ടാണ് ഇത് റിഗാള്. അതിനെയും കൂട്ടിലും ഒരു 1/2 ഇഞ്ച് കൂടുതൽ ബാക്കുമ്പോൾ തുമ്പ് കൂടുതലുണ്ടാവും. അങ്ങനെ ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായി ആ മാർക്കിങ് കൂടെ തന്നെ കട്ട് ചെയ്യുക. ഇവിടെയൊക്കെ ഷോൾഡറിൻ്റെ കറക്റ്റ് അളവ്. ഇവിടെ ഒരു ലേശം കൂടുതലാക്കാരം ബാക്കിൻ്റെ റിഗാളിൻ്റെ തുമ്പ് മാത്രം ഒരു 1/2 ഇഞ്ച് കൂടുതൽ വേണം ഫ്രണ്ടിനെയും കാട്ടിലും. കറക്റ്റായി കട്ട് ചെയ്യുക. അടിഭാഗം കട്ട് ചെയ്യുക. അങ്ങനെ ബാക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്തത് കൈയാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. കൈ ഇതുപോലെ എടുത്തു, കറക്റ്റായിട്ട് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടു. കൈയിൻ്റെ ലെങ്ത്ത് 5.5 അതിൽ കൂടി 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് മാർക്ക് ചെയ്തു. കൈയിൻ്റെ ബോട്ടം ലൂസ് 4.5 അതിൽ കൂടി 1/2 ഇഞ്ച് കൂട്ടി 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി കൈയിൻ്റെ റിഗാള് 5 അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5.5 ഇവിടെയും മാർക്ക് ചെയ്തു. അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ കൈ ഇത് വെച്ച് സ്കെച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ സെൻറ്ററിൽ വെട്ടും. ഇതിൻ്റെ രണ്ടാമത്തെ കൈ എടുക്കുക. ഇതേപോലെ ഇതാണ് നല്ല ഭാഗം, പുറത്തേക്ക് വരുന്ന ഭാഗം. അത് മുകളിലേക്ക് ഇടുക. ഇത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം, ഇത് പുറം. ഇതിൻ്റെ ഉള്ളു ഭാഗം, ഇത് നല്ല ഭാഗം. ഈ നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 കൈയും കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൂടുതൽ വേണം. അതുപോലെ ഷേപ്പ് കുറച്ച് ഈ ഭാഗമാണ് ഫ്രണ്ടിക്ക് വരിക കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഷേപ്പ് കൂടുതലിട്ട ഈ കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് വരും. അവിടെ ഒരു വെട്ടിട്ടിക്കണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2 കൈ ഇതുപോലെ വരും. ഇനി സ്റ്റിച്ച് ചെയ്യാണ്. ഫസ്റ്റ് ഒരു പോക്കറ്റ് വെക്കുകയാണ്. അടിഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തുനിന്ന് ഒരു 6 ഇഞ്ചും സൈഡിൽ നിന്ന് 2 ഇഞ്ചും ഇറക്കിയിട്ട് പോക്കറ്റ് അവിടെ വെക്കുകയാണ് കേട്ടോ. മുകളിൽ നിന്ന് 6 ഇഞ്ച് സൈഡിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് അവിടെ ഒരു പോക്കറ്റ് വെച്ചു. ഓക്കെ, ഇനി ഇതാണ് ബാക്ക്. ഇതിന്മേൽ ഫ്രണ്ട് ഫിറ്റ് ചെയ്യാണ്. ഈ ഡബിൾ ഷോൾഡർ ഉണ്ടാവും. ഒരു ഷോൾഡർ ഇതുപോലെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് സിംഗിൾ ഷോൾഡർ എടുക്കുക. ആദ്യമേ ഈ ഫ്രണ്ട് ഇതാണ് നല്ല ഭാഗം, ഇതുപോലെ വെക്കുക. ഇത് ബട്ടൺസ് വരുന്ന ഭാഗമാണ്. ഇത് ഹോള് വരുന്ന ഭാഗം, പോക്കറ്റ് വരുന്ന ഭാഗമാണത്. പോക്കറ്റ് ഇത് ഈ സൈഡിൽ, ഇത് ഈ ഷോൾഡർ മീ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് ഈ സിംഗിൾ ഷോൾഡർ ഉള്ളൂ. അപ്പോൾ ഇതിന്മേൽ കറക്റ്റായി വെച്ച് ഫ്രണ്ട് വെച്ച് അടിക്കുക. അങ്ങനെ 2 ഫ്രണ്ട് അടിക്കുക. ഒരു ഷോൾഡർ ഉള്ളൂ, മറ്റേ ഷോൾഡർ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ്. ഇങ്ങനെ വരും. എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഈ ഷോൾഡർ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ തുമ്പ്, ആ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയൊക്കെ ആ തുമ്പ് ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലാകാരം കിടക്കുന്നുണ്ടാവുക. എന്നിട്ടാണ് അടിക്കുക. കറക്റ്റായിട്ട് അടിക്കുക. ഇതേപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് ആ ഷോൾഡറിൻ്റെ ഭാഗം, ഇത് ഉള്ളിലത്തെ ഷോൾഡർ, ഇതിങ്ങനെ റൗണ്ട് ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്യുക മറ്റേ ഭാഗങ്ങളൊക്കെ. എന്നിട്ട് 2 തുമ്പും ഒപ്പം വെച്ച് കണ്ട് ഇതുപോലെ അടിക്കുക. എന്നിട്ട് ഇതിന് വലിച്ചാൽ മതി. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് കിടക്കും. എന്നിട്ട് ഇതുപോലെ നേർത്തി വെച്ച് കണ്ട് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ലെവലാക്കുകയാണെങ്കിലൊക്കെ ലെവലാക്കി കൊടുക്കുക 2 സൈഡും. ഇനി ഇതിൻ്റെ കൈ ഫിറ്റ് ചെയ്യാണ്. ഈ രണ്ട് തുമ്പും ഒപ്പം വെച്ച് കണ്ട് ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ കൈ എടുക്കുകയാണ്. കൈയും ഈ റിഗാളും ആദ്യം ഒന്ന് ഒപ്പം വെച്ച് നോക്കുക. ഫിറ്റ് ചെയ്യണതിന് മുമ്പേ ഒപ്പമാണോ. ഓക്കെ, ഇത് കറക്റ്റാണ്. കറക്റ്റ് അല്ലെങ്കിൽ ബോഡി പീസ് വെട്ടിക്കൊടുക്കാനുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കുക. ഇനി ഇങ്ങനെ വെക്കുക, കൈ നിർത്തി വെക്കുക. ഇതാണ് ആ വെട്ടിട്ട ഭാഗം, ആ ഷേപ്പ്, അത് ഫ്രണ്ടിലേക്ക് വരണം. ഇതാണ് ഫ്രണ്ട് വരേണ്ടത്. അതാണ് ഷേപ്പ്, ഫ്രണ്ട് ഭാഗം. ഇത് ഫ്രണ്ട്, ഈ ഫ്രണ്ടും ഇതുപോലെ വെക്കുക. കയ്യിൻ്റെയും ഈ ബോഡിൻ്റെയും നല്ല വശം ചേർന്ന് കിടക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ.
ഇതുപോലെ ഈ കൈ ഈ ബോഡി മക്കളും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് കേട്ടോ. അങ്ങനെ ആ കൈ ഫുള്ള് അതുപോലെ അടിച്ചു. എന്നിട്ടാണ് എടുക്കുക, എന്നിട്ടാണ് മറിക്കുക. എന്നിട്ട് ഈ തുമ്പ് ഈ ബോഡി മക്ക് ഇട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ അത് അടിച്ചെടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ കയ്യിൻ്റെ ആ ഷേപ്പ് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരണം. എന്നിട്ട് ഇത് ബാക്ക് സൈഡിൽ നിന്നാണ് അടിച്ച് വരിക. ആദ്യത്തെ കൈ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്കിലേക്ക് അടിച്ച് പോകുന്നത്, ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അടിച്ച് പോരുക. രണ്ടാമത്തെ കൈയും അതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ സൈഡ് അടിക്കണം കേട്ടോ. ഇതുപോലെ ഇതാണ് നല്ല ഭാഗം, ഇത് നല്ല ഭാഗം, പുറത്തേക്ക് വരേണ്ട ഭാഗം. എന്നിട്ട് ഇതേപോലെ ഈ ബാക്ക് നമുക്ക് ഫ്രണ്ടും ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ച് പോരുക. ഫ്രണ്ട് ബാക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാണ്. അങ്ങനെ ഫുള്ളായിട്ട് കൈ അതുപോലെ അടിച്ചു പോകുക. എന്നിട്ട് ഇതിന് നേർത്തി പിടിക്കുക. നേർത്തി പിടിച്ചിട്ട് ആ തുമ്പില്ലേ അത് ബാക്ക് സൈഡിലേക്ക് ഇട്ടുകൊണ്ട് അതിനെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ കൈ വരെ ആ കൈയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അടിച്ച അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ആ ഫ്രണ്ട് ബാക്ക് നമുക്ക് ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് ചവിട്ടി വീതിയിൽ അടിച്ചുകൊണ്ട് 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചുകൊണ്ട് അത് മറിച്ചുകൊണ്ട് മേലടി അടിക്കുക. അങ്ങനെ രണ്ട് സൈഡും അടിച്ചു. ഇപ്പോൾ ബോഡി ക്ലിയറായി. ഇനി ഇതിൻ്റെ കോളറും അടിയും പാട് അടിച്ചാൽ മതി. കോളർ നമ്മൾ പഴയ കോളറിനെ എടുക്കേണ്ടത്. കോളർ ഇതിൽ കട്ട് ചെയ്യാം കേട്ടോ. കോളർ മാത്രം കട്ട് ചെയ്യണ്ട. അടിയിലത്തെ നെക്ക് നമുക്ക് തട്ടാൻ പാടില്ല കേട്ടോ. അടിയിലുള്ള ആ പീസ് നമുക്ക് തട്ടാൻ പാടില്ല. കോളർ മാത്രം കട്ട് ചെയ്തെടുക്കുക, ആ നെക്ക് നമുക്ക് തട്ടാതെ. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ വെട്ടിട്ട് കൊടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത കോളറിൻ്റെ സെൻട്രൽ വെട്ടിട്ട് കൊടുക്കുക. നമ്മൾ കോളർ 11 11ൻ്റെ ഹാഫ് 5.5. അതിൽ കൂടി ഒരു 1/4 ഇഞ്ച് കൂട്ടുക, ഒരു 5.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആ കോളറിൽ അതേപോലെ തന്നെ ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതാണ് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ 11.5 ഉണ്ട്. നമ്മൾ അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ 11 ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടിയുള്ള സ്റ്റിച്ച് ഉണ്ട്, ഈ കോളറിൻ്റെ മേലടി ഉണ്ടല്ലോ, മേലെ കൂടിയുള്ള സ്റ്റിച്ച് അത് കഴിച്ച കേട്ടോ. എന്നിട്ട് ഇതേപോലെ കോളർ ആ പീസ് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് അടിക്കുക. അതിമുള്ള അതേ പീസ് തന്നെ പുറത്തേക്ക് മറിച്ചിക്കാണ്ട് ചവിട്ടി വീതിക്ക് 1/4 ഇഞ്ച് വീതിക്ക് അടിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് ആ മേലെ കൂടെയുള്ള ആദ്യത്തെ സ്റ്റിച്ച് എടുത്താലേ ഇത് അടിക്കാൻ കിട്ടുള്ളൂ. എന്നിട്ട് അത് ഫോൾഡ് അത് മറിക്കുക, അതുപോലെ മറിക്കുക കേട്ടോ. കോളർ മറിക്കുക, ആ പോയിൻ്റൊക്കെ കറക്റ്റ് ആക്കുക. എന്നിട്ട് കോളറിന് ഒരു മേലടി അടിക്കുക, മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കോളറായി. ഇനി ഇതിൻ്റെ നെക്കാണ്. ആ നെക്ക് ഇത് ഫോൾഡ് ചെയ്ത് കണ്ട് പീസ് നമ്മൾ ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് കഴിച്ചെടുക്കണം. അതിന് മുമ്പേ ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതേമാതിരി കോളറിൻ്റെ സെൻറ്ററും ആ രണ്ട് സെൻറ്ററും ഇതുപോലെ ഒപ്പം വെക്കുക. വെച്ചിട്ട് ഈ കോളറിൻ്റെ ഇവിടെ നിന്നിട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാ കോളർ കഴിഞ്ഞിട്ട് ഒരു 1.25 അവിടെ ഒപ്പം വെക്കണം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിന് ഫോൾഡ് ചെയ്തിട്ട് ആ 1.25 ആ മാർക്കിംഗ് ഇല്ലേ അവിടെയാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്താൽ ആ കോളറും ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്കും 1.25 ഇഞ്ച് കൂടുതലുണ്ടാവും. എന്നിട്ട് ആ പീസിന് കഴിച്ചെടുക്കുകയാണ്. ആദ്യത്തെ അടിച്ച പീസ് അത് വേണ്ട, അത് വേസ്റ്റാണ്, അത് വേണ്ട. ഇത് മാത്രം മതി, ഈ പീസ് മാത്രം മതി. എന്നിട്ട് കോളറുമേ ഈ പീസ് ഇവിടെ വെച്ച് അടിക്കണം, ഇങ്ങനെ വരിക. ഓക്കെ, അതിന് മുമ്പേ ഇതിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ ഫോൾഡിങ് നിർത്തിയിട്ട് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇതേപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്യുക. ഈ ഷേപ്പ് കട്ട് ചെയ്ത ഭാഗമാണ് കോളർമുക്ക് ചേർന്ന് വരേണ്ട ഭാഗം. ഈ നെക്കിൻ്റെ അടിഭാഗം ആ കറുപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, നമ്മളവിടെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു പീസ് എടുത്തു, ഒരു വേസ്റ്റ് പീസ് എടുത്തു, അതിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുത്തു. അത് അടിച്ച് മറിക്കാനുള്ള പീസാണ് കേട്ടോ. എന്നിട്ട് ആദ്യം കോളർ ആ സെൻറ്ററിൽ വെച്ചു, പിന്നെ ഈ നെക്ക് മാർക്ക് ചെയ്തില്ല അതും ആ സെൻറ്ററിൽ വെച്ചു. 3 പീസും കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ആ 3 പീസിൻ്റെ വെട്ട് ഒപ്പം വെച്ചിട്ട് ഒരു ചവിട്ട് വീതിയിൽ 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ച് പോരുക കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തു.
എന്നിട്ട് എക്സ്ട്രാ ഉള്ള തുമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു 1/4 ഇഞ്ച് മതി അവിടെ. അതേപോലെ തന്നെ ഈ സൈഡുക്കും ആ സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ച് തുടങ്ങി പോരുക. എന്നിട്ട് ആ ഷേപ്പ് വരെ അടിച്ചിട്ട് അവിടെയും എക്സ്ട്രാ ഉള്ള തുമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഇതിന് മറിക്കുകയാണ്. അപ്പോൾ അതേപോലെ കോളർ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഈ നെക്കിന് ചാരിട്ടൊരു മാർക്ക് ചെയ്യുക. അടിയത്തെ പീസ് മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ തുമ്പിട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ് കണക്കാക്കി വെട്ടുക. അതായത് ആ നെക്ക് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ തുമ്പ് വേണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരു വെട്ട് കൊടുക്കുക. ആ നെക്ക് പീസ് കഴിഞ്ഞിട്ടും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ തുമ്പ് കിടക്കണം. നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള തുമ്പ് കേട്ടോ. എന്നിട്ട് ബോഡി പീസ് എടുക്കുക. ഈ 2 തുമ്പും ഒപ്പം വെക്കുക. ബട്ടൺസും ഹോളും ഒപ്പം വെക്കണം. എന്നിട്ട് കറക്റ്റ് വെച്ചിട്ട് സെൻറ്റർ പിടിച്ചിട്ട് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഈ കോളർമ വെച്ച് വെക്കുക. കറക്റ്റ് ആണെങ്കിൽ ഫിറ്റ് ചെയ്യുക. ഇതൊരു 1/4 ഇഞ്ച് കമ്മിയുണ്ട്, ഒരു ചെറിയൊരു കമ്മി, അത് ക്ലിയർ ആക്കി കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുക. കമ്മി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഇഞ്ച്. അത് കട്ട് ചെയ്തു. ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഫിറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇതാ ആ ബോഡി പീസിൻ്റെ നല്ല ഭാഗം മുകൾക്ക് ആകേണ്ട രൂപത്തിൽ വെച്ചിട്ട് ഈ നെക്കിൻ്റെ ഈ പീസിൻ്റെ ഈ 2 തുമ്പും ഇതുപോലെ ഒപ്പം വെച്ചുകൊണ്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാനാണ്. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് അടിച്ചു പോരുകയാണ്. ഈ പോക്കറ്റൊക്കെ വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് നമ്മൾ ഇനി പഠിക്കുന്നത് അവിടുന്ന് ആ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒപ്പം വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മറിക്കുമ്പോൾ വൃത്തികേടാവും. 2 തുമ്പും ഒപ്പം വെക്കുക. ബോഡീൻ്റെ തുമ്പും ആ കോളറിൻ്റെ തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് അടിച്ചു പോരുക. കോളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫിനിഷിങ്. ഷർട്ടിൻ്റെ ഹൈലൈറ്റ് കോളറാണ്. അത് കറക്റ്റ് ആവണം, കറക്റ്റ് ഫിറ്റിങ്സ് ആവണം. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് അടിച്ചു പോരുക. അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ തുമ്പൊക്കെ അതുപോലെ കറക്റ്റ് ആകാരം എല്ലാ ഭാഗത്തും ഒരേ വീതിയിൽ, ഒരു 1/4 ഇഞ്ച് വീതിയിൽ. നമ്മൾ 1/4 ഇഞ്ചാണ് അതിന് തുമ്പിട്ടിട്ടുള്ളത്. എന്നിട്ട് ആ തുമ്പൊക്കെ ആ നെക്കിൻ്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് ചെയ്തിട്ടുകാണ്ട് ആ നെക്കിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ കറക്റ്റ് നെക്കിൻ്റെ മേലെ കൂടെ, നെക്കിൻ്റെ ആ തെല്ലിനൂടെ സ്റ്റിച്ച് ചെയ്യുക. ഫുള്ളായിട്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ തല വരെ ആ കോളർ റൗണ്ടായിട്ട് നെക്കിന് തെല്ലിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ ഓക്കെ കഴിഞ്ഞു. ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ സൈഡ് വരെ അടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ കോളർ നമ്മളിതിൻ്റെ പഴയ കോളർ തന്നെയാണ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പുതിയ കോളർ ഒട്ടിച്ചിക്കാണ്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.